കണ്ണട വെച്ചാൽ ബുദ്ധിജീവിയാകുമെന്ന് ആരോ പറഞ്ഞു കൊടുത്ത്, അതുകൊണ്ട് കണ്ണടയും വെച്ചുകൊണ്ട് ഇറങ്ങിയതാ. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഒരു കൃത്യമായ റോഡ് മാപ്പാണ് ഇന്ന് ധവളപത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സിനിമയിൽ പറയുന്നത് പോലെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്ന് പറയുന്നത് പോലെ അല്ല, സിനിമയിൽ പറയുന്ന പോലെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്ന കാര്യം പറയേണ്ട ആവശ്യമില്ല. ചിലർ സ്വയം സൂര്യൻ എന്ന് പറയുന്നുണ്ട്, മൂർച്ചയുള്ള ഇരുമ്പ് കത്തികൾക്കിടയിൽ കൂടെ നടന്നുപോയ ആളെന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വയം എന്തൊക്കെയാ രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ജീവിതത്തിൽ തന്നെ, ഉദാഹരണങ്ങൾ. താൻ കൂടുതലൊന്നും പറയണ്ട. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റ് ആണ് എന്നാണ്. അല്ല, ഇക്കായ്ക്ക് വല്ല പിടിയുണ്ടോ ഈ നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന്? ആ ആശയം എന്താണ്, ആ തത്വചിന്ത എന്താണ് എന്നതിനെ കുറിച്ച് വല്ല ധാരണയുമുണ്ടോ? സോഷ്യലിസ്റ്റ് ചായവുള്ള ആ തത്വചിന്ത, നെഹ്റുവിയൻ തത്വചിന്തയുടെ അടിസ്ഥാനം എന്തായിരുന്നു? അതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു? എന്തൊക്കെ ചേരുമ്പോഴാണ് നെഹ്റുവിയൻ ലെഫ്റ്റ് ആകുന്നത്? ഇതിനെക്കുറിച്ചൊക്കെ വല്ല ധാരണയും ഉണ്ടായിട്ടായിരുന്നു പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. കമന്റ്സിന് മുഴുവനുണ്ടല്ലോ ആൾക്കാർ വന്നിട്ട് പൂരത്തെറിയാ. ഇന്ന് ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ കണ്ട വി.ഡി. സതീശൻ നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, റാവുവിയൻ റൈറ്റ് ആണ്. കണ്ണട വെച്ചതിന്റെ ഫലമുണ്ട് കേട്ടോ. അത് വെച്ച് കഴിഞ്ഞപ്പോ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ വരുന്നു. നെഹ്റുവിയൻ ലെഫ്റ്റ് അല്ല, റാവുവിയൻ റൈറ്റ് ആണെന്നോ? നരസിംഹറാവുവിനെയാണെന്ന് കണ്ടത്, നെഹ്റുവിനെ അല്ല. നരസിംഹറാവുവിനെയും മോഡിയെയുമാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അത് ശരി. വി.ഡി. സതീശൻ ധവളപത്രം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടത് നരസിംഹറാവുവിനെയും മോഡിയെയും ആണല്ലേ? അല്ല, എനിക്ക് ഇക്കയോട് സ്നേഹത്തോടെ പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ മുന്നിൽ ഒരു കോമാളി പരിവേഷമാണ് ഇക്കയ്ക്കുള്ളത്. അതിൻ്റെ ഇടയിൽ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ ഇങ്ങനെ വായ തുറക്കേണ്ട കാര്യമുണ്ടോ? അറിവുള്ള വിഷയത്തിന് മാത്രം വായ തുറന്നാൽ പോരെ? അപ്പോൾ പിന്നെ ഏത് വിഷയത്തിന് വായ തുറക്കണം എന്നുള്ളത് സംശയമാണ്. പല വിഷയങ്ങളിലും അറിവുള്ള ആളാണെന്ന് പല ദൃശ്യങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഒരു കൃത്യമായ റോഡ് മാപ്പാണ് ഇന്ന് ധവളപത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നാട്ടുകാർ ഭൂരിപക്ഷം പേരും പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ വല്ല വർക്ക് വിസ തന്ന് ഗൾഫിലോട്ട് വല്ലതും പറഞ്ഞു വിട്ടാൽ നാട്ടിലെ പകുതി പ്രശ്നവും തീരുമെന്നാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ട് നിങ്ങളെ കൊണ്ട്.